നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? ഈശോ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? ഈശോ അവരോട് പറഞ്ഞു, ആരംഭം മുതലേ ഉള്ളവൻ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവനിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തന്നോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നുവെന്നും ഞാൻ സ്വമേധയ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യേക പിതാവിനെ പഠിപ്പിച്ച പോലെ ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് പ്രീതികരമായി പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഏറെ പേർ ഈശോയിൽ വിശ്വസിച്ചു. പഴയ കാലത്ത് അധ്യാപകര് അല്ലെങ്കിൽ ഗുരുക്കന്മാര് മറ്റുള്ളവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ചില ചർച്ചാ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈശോയും നിക്കോദേമോസും തമ്മിലുള്ള ചർച്ച. നിക്കോദേമോസിനോട് ഈശോ പറയുന്നത്, നീ വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ജ്ഞാനസ്നാനമാണെങ്കിൽ നിക്കോദേമോസ് മനസ്സിലാക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് സമറിയാക്കാരി സ്ത്രീ ആയിട്ടുള്ള വിവാദത്തിലും ഇതുപോലെ തന്നെയാണ് പ്രശ്നം. കിണറ്റിലെ വെള്ളത്തെ പറ്റിയാണ് സമറിയാക്കാരി സ്ത്രീ ചിന്തിക്കുന്നത്, ഈശോ ജീവന്റെ ജലത്തെ കുറിച്ചാണ് പറയുക. അങ്ങനെ അത് ആ ചർച്ചയുടെ അവസാനത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു വിവാദമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഭാഗമായി നമ്മൾ കാണുക. അതായത് യഹൂദ പ്രമാണിമാരും ഈശോയും തമ്മിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു സംവാദം. ഈശോ പറയുകയാണ്, ഞാൻ ഇതാ പോവുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് പാപത്തിലാണ്. ഞാൻ സത്യം പറയാനായിട്ട് വന്നു, പാപത്തിൽ നിങ്ങളെ പിടിപ്പിക്കാൻ വന്നു. ഞാനാകുന്നു, അല്ലെങ്കിൽ ഞാൻ രക്ഷകനാകുന്നു നിങ്ങളെ ബോധ്യപ്പെടുത്തി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പാപത്തിൽ കഴിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ പ്രവാചകർ പറഞ്ഞു, ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. അതാണ് ഉടനെ അവരെടുക്കുന്ന നിഗമനം. കാരണം അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഇവന് ഇപ്പോൾ ഉടനെ പോവുകയാണ്, ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈശോ പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യല്ല, നിങ്ങൾ എന്നെ ഉയർത്താൻ പോവുകയാണ്. എവിടെ? കുരിശിൽ ഉയർത്താൻ പോകുന്ന കാര്യമാണ് ഈശോ പറയുക. അപ്പൊ അതിലൂടെ ഞാൻ മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ നിങ്ങൾ എന്നേക്കുമായിട്ട് മരിച്ചു പോകും. അങ്ങനെ പാപത്തിൽ നിവധിക്കുന്ന മരിക്കുന്ന ചില സാഹചര്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നത് നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയമാണ്. അതായത് നോഹയുടെ കുടുംബത്തിലെ 8 പേരൊഴികെ ബാക്കി എല്ലാവരും പാപം ചെയ്തപ്പോൾ ഈ ലോകത്തെ ഒന്ന് റീഫോർമാറ്റ് ചെയ്തു. അതായത് ഈ ലോകത്തെ മുഴുവനും ജലപ്രളയം കൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ 8 പേരിൽ നിന്നാണ് പിന്നെ ലോകം മുഴുവൻ ജനത മുഴുവനും പുനർജീവിക്കുന്നത്. കാരണം നോഹ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ പാപത്തിൽ തന്നെ തുടർന്നത് കൊണ്ട് അവര് നശിച്ചു പോവുകയാണ്. അതുപോലെ തന്നെയാണ് സൊദോം ഗൊമോറയെ പറ്റിയും പറയുക. സൊദോം ഗൊമോറയിലെ ജനങ്ങൾ ലോത്തിന്റെ കുടുംബവും ഒഴികെ ബാക്കി എല്ലാവരും അഗ്നിയും ഗന്ധകവും ഉപയോഗിച്ച് നശിപ്പിക്കപ്പെടുകയാണ്. കാരണം അവരെല്ലാം വലിയ പാപത്തിലേക്ക് കഴിയുന്നു. അതേസമയത്ത് നിനിവെ നിവാസികളോട് യോന പ്രവാചകൻ വന്ന് വചനം പ്രസംഗിക്കുമ്പോൾ അവർ വിജാതിയരാണെങ്കിൽ പോലും അവര് യോനയുടെ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് അത് വിശ്വസിക്കുകയും അവർ പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ട് അവര് രക്ഷ പ്രാപിക്കുകയാണ്. ക്രിസ്തു ഈ വാണിംഗ് നൽകി കഴിഞ്ഞിട്ടും യഹൂദന്മാര് മനസ്സാത്രപ്പെടാതെ വന്നതുകൊണ്ട് ക്രിസ്തു വർഷം 70-ാം ആണ്ടിൽ, അതായത് 40 വർഷം കഴിഞ്ഞപ്പോൾ ജെറുസലം ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ആക്രമിക്കുകയും അവരെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു.
അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ പാപത്തിൽ കഴിയുകയാണെങ്കിൽ അത് അവരെ പറ്റി മാത്രമല്ല നമ്മളെ കുറിച്ചുകൂടി പറയുകയാണ്. നിങ്ങൾ പാപത്തിൽ കഴിയുകയാണെങ്കിൽ, ഈശോയെ രക്ഷകനായി നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നാശം സംഭവിക്കും. അതാണ് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കുറെ പേര് വലതുഭാഗത്തും കുറെ പേര് ഇടതുഭാഗത്തും. ഇടതുഭാഗത്തുള്ളവർ എക്കാലത്തേക്കും സനാതനമായ ശിക്ഷാവിധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നിങ്ങൾ ഈ ഭൗതികമായി ചിന്തിക്കുന്നവരാണ്, നിങ്ങൾ താഴെയുള്ളവരാണ്. എന്നാൽ ഞാനാണോ? ഞാൻ മുകളിൽ നിന്നാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. അപ്പൊ ഈ നമ്മള് ക്രൈസ്തവരായി കഴിയുമ്പോൾ മാമോദിസായിലൂടെ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, വരാനിരിക്കുന്ന ലോകത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ മക്കളായി തീരുകയാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നു. ഈശോയെ നമ്മൾ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മക്കളായിട്ട് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നു. അങ്ങനെ ദൈവമക്കളായ നമ്മളെ വിശുദ്ധനെ കുറിച്ചുള്ള പ്രാർത്ഥന ലഭിക്കാൻ ലോകത്തിന് വഴികളിൽ ഒഴില്ലാതെ പാപത്തിൽ കറകളിൽ പുലരാതെ നമ്മൾ ജീവിക്കുന്നവരായി മാറണം. അപ്പൊ താമര എങ്ങനെ ചെളിയുള്ള ആ വെള്ളത്തിൽ നിന്ന് നിർമ്മലമായി അതിന്റെ പൂവ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു, അങ്ങനെ ഉയർന്നു നിൽക്കേണ്ടവരാണ് ക്രൈസ്തവർ. നമ്മൾ ഈ ലോകത്തിൻ്റെതാണ്, ഈ ലോകത്തിലുള്ളവരാണ്, എങ്കിൽ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുവാണ് എന്നുള്ളതാണ് ഈശോ പറയുക. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ തന്നെയാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എന്താ ഞാൻ തന്നെയാകുന്നു എന്ന് പറയുക? ആദ്യത്തെ വായനയിൽ നമ്മൾ കണ്ടു. അതായത് ഈശോ ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി തിരിച്ച് ഈജിപ്തിലേക്ക് പോകണം, അവിടെ നിന്ന് നമ്മുടെ ആളുകളെ സംഘടിപ്പിക്കണം, ഇസ്രായേലിനെ സംഘടിപ്പിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി ഫറവോയുടെ അടുക്കൽ ചെന്ന് വാദിച്ചിട്ട് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മരുഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നീ അവരെ സ്വതന്ത്രരാക്കണം എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഞാനവിടെ ചെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ വിശ്വസിക്കുമോ? 40 കൊല്ലമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ നീ ആരാണെന്നാണ് ഞാൻ അവരോട് പറയേണ്ടത് എന്ന് പറയുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, ഏക ദൈവമാണ്. എന്റെ പേരെന്ന് പറയുന്നത് ഞാൻ തന്നെയാകുന്നു. അപ്പൊ അതായത് എക്കാലവും അസ്തിത്വമുള്ള, ഒരു ആരംഭമില്ലാത്ത, എക്കാലവും നിലനിൽക്കുന്ന ഞാൻ തന്നെയാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൊടുക്കുന്ന വാക്യം. അതുപോലെ തന്നെയാണ് ഈശോ ഉദ്ധരിക്കുന്നത്, ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കാരണം നിങ്ങളെ രക്ഷിക്കുവാനുള്ള രക്ഷകനായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഈശോയുടെ ലാസ്റ്റ് നെയിം എന്താണ് പറയുക? ഈശോ മിശിഹ എന്നാണ്. ഈശോ എന്നുള്ളത് ഈശോയുടെ ഗിവൺ നെയിം ബൈ ഗോഡ്. എന്നാൽ സ്ഥാനപ്പേർ എന്ന് പറയുന്നത് രക്ഷകൻ, മിശിഹ. അതാണ് ഈശോ മിശിഹ എന്ന് പറയുക. ഇപ്പൊ സാധാരണക്കാരായ അക്രൈസ്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒരു ചരിത്ര പുരുഷനാണ്, ഈശോ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്, ഈശോ ഒരുപാട് പേർക്ക് നന്മ ചെയ്ത ആളാണ്, വളരെ വിപ്ലവകരമായ, വളരെ സനാതനമായ മൂല്യങ്ങൾ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഈശോ എന്നവർ വിശ്വസിക്കും. പക്ഷെ ഈശോ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ്. കാരണം അവൻ രക്ഷകനാണ്. യഹൂദന്മാർ പോലും വിശ്വസിക്കുകയാണ്. യഹൂദന്മാർ ഇപ്പോഴും ഈ രക്ഷകനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. അതാണ് അക്കാലഘട്ടത്തിലെ നേതാക്കന്മാരോട് ഈശോ പറയുക, ഞാൻ മിശിഹായാണെന്ന്, ഞാൻ ദൈവമാണെന്ന്, ഞാനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അവിടെ ഇന്നത്തെ അദ്ദേഹം പറയുകയാണ്, എന്നെ അയച്ചവൻ സത്യവാനാണ്. അതായത് പിതാവായ ദൈവം സത്യവാനാണ്. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്നും, അതായത് ഞാൻ ദൈവമാണെന്നും, ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കും. ഈശോയെ കുരിശിൽ ഉയർത്തി കഴിഞ്ഞപ്പോൾ ശതാധിപൻ എന്താ പറഞ്ഞത്? ഈ 100 പേരുടെ പട്ടാളക്കാരുടെ തലവനായിരുന്ന ശതാധിപൻ ഈശോയെ കുരിശിൽ തറയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആള് പറയുകയാണ്, അവൻ മാർഗടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും അവിടെ കണ്ടായിരുന്ന കാഴ്ചക്കാരും ഒക്കെ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവമായിരുന്നു. അതാണ് ഈശോ മുൻകൂട്ടി പ്രവചിക്കുന്നത്. നിങ്ങൾ എന്നെ കുരിശിൽ ഉയർത്തി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയും, ഞാൻ ദൈവമാകുന്നു എന്ന്. അതുപോലെ തന്നെ എന്താണ് ഈ കുരിശിൽ ഉയർത്തുന്നതിന് ഇവർക്കുള്ള ഓർമ്മ നിൽക്കുക? കാരണം പഴയ നിയമ കാലഘട്ടത്തില് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിലൂടെ പോകുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിനെ പാപം ചെയ്യുകയാണ്. അങ്ങനെ പാപം ചെയ്യുന്ന അവസരത്തില് വളരെ ഉഗ്ര വിഷമുള്ള സർപ്പത്തെ ശിക്ഷയായിട്ട് ദൈവം അയക്കുകയാണ്. അങ്ങനെ അനവധി ആളുകൾ മരിക്കുന്നു. അങ്ങനെ മലയാളികൾക്കെല്ലാം ഭയമായി. കാരണം ഈ സർപ്പം, ഈ മരുഭൂമിയിലെ വിഷമത്തിന്റെ പാമ്പുകൾക്ക് ഭയങ്കര വിഷമാണ്. അങ്ങനെയുള്ള വിഷപ്പാമ്പുകൾ
അപ്പോൾ അവര് മോശയോട് പരാതി പറഞ്ഞു. മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നീ ഒരു കമ്പില് ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ജനങ്ങൾ അതിനെ നോക്കണം. ആരാധിക്കാനല്ല പറയുന്നത്. ജനങ്ങൾ അതിനെ നോക്കുമ്പോൾ അവര് ഈ വിഷബാധയിൽ നിന്ന് രക്ഷപ്രാപിക്കും. അതിന് കാരണം എന്താണ്? ഈ സർപ്പം ആദിപാപത്തിന്റെ അനുസ്മരണയാണ്. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തു. അപ്പൊ ഞങ്ങൾ പാപം ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ അവരെ നോക്കുമ്പോൾ നിങ്ങൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഇത് എന്തിന്റെ മുന്നോടിയാണ്? ഭാവിയിൽ ഈശോയെ കുരിശിൽ ഏറ്റുന്നതിന്റെ പ്രതീകമാണ്. അന്ന് സർപ്പമാണ് ഈ പാപത്തെ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ ഈ മരത്തിൽ തറക്കപ്പെടുന്ന സർപ്പത്തിന് പകരം ഈ അതിവിശുദ്ധനായ ദൈവപുത്രൻ തന്നെ അവിടെ തറക്കപ്പെടും. അവനെ നോക്കുന്നവൻ രക്ഷപ്രാപിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ കുരിശിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. നമ്മുടെ കേന്ദ്രബിന്ദുവായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വെക്കുക ഈ കുരിശ് രൂപമാണ്. നമ്മുടെ മാലകളിൽ അണിയുക, നമ്മുടെ കാറിൽ വെക്കുന്നത്, നമ്മുടെ എപ്പോഴും അടയാളമായിട്ട് ക്രൈസ്തവന്റെ പ്രതീകമായി മാറുന്നത് ഒരു കാലത്ത് പീഡാസഹനത്തിന്റെയും വലിയ കുറ്റവാളികൾക്ക് മാത്രം നൽകപ്പെടുന്ന അപമാനത്തിന്റെ ചിഹ്നമായ കുരിശ് ഇന്ന് വിശദീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ വിശദീകരിച്ചെടുക്കുന്ന ആ ഈശോയെ തറച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഇതാ നമ്മളുടെ രക്ഷയുടെ മാർഗമായി മാറുന്നു. അതുപോലെ ഈശോ പറയുകയാണ്, ഞാൻ തന്നെയാകുന്നു. കാരണം അവിടത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്നെ അയച്ചവൻ എന്റെ കൂടെയുണ്ട്. അപ്പൊ പിതാവായ ദൈവം എന്റെ കൂടെയുണ്ട്. കാരണം പിതാവിനെ പുത്രന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാൻ ചെയ്യുന്നതെല്ലാം എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ്. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നതിന് പകരം എന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ചിന്താഗതി വരുമ്പോൾ സ്വാർത്ഥത കടന്നു വരും. അപ്പോഴാണ് കുടുംബബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത്, ഭർത്താവിന് ഇഷ്ടമുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളത്, മാതാപിതാക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ളത്, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കുടുംബത്തിൽ ഐക്യമില്ലാതെ പോകും. ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള മനോഭാവം. പ്രതികൂല സാഹചര്യങ്ങളിൽ യോബ് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹം കൈവരികയാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, എന്നെ അയച്ച പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നത് കൊണ്ട് അവൻ എന്റെ കൂടെയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ മാമോദീസായുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ദൈവത്തിന് ഇഷ്ടമായത് നാം പ്രവർത്തിക്കാനേ ഉള്ളൂ. നമ്മൾക്ക് ആ വലിയ കുറവയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, നാം പാപത്തിലാണോ ജീവിക്കുന്നത്, പാപത്തിലാണോ മരിക്കുന്നത്? എങ്കിൽ നമുക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെതല്ലാതെ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി ജീവിക്കണം. ഈശോയെ നമുക്ക് വെറും ഒരു ചരിത്ര പുരുഷനെ കണ്ടാൽ പോരാ. ഈശോയാണ് മിശിഹ, അവനാണ് ദൈവം, അവനാണ് ദൈവപുത്രൻ എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഈശോയെ പീഡിപ്പിച്ചവരെ പോലെ നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ഉണ്ടാകരുത്. സഭയെയും സഭാധികാരികളെയും സഭാ ശുശ്രൂഷകരെയും അല്ലെങ്കിൽ ജീവിത പങ്കാളിയെയും മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിക്കുന്ന യഹൂദ പ്രമാണിമാർക്ക് പോലെ നമ്മളായിത്തീർന്നാൽ അവർക്കുണ്ടായതുപോലെയുള്ള നാശത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. മറിച്ച് സഹനത്തിന്റെ പാതയിലൂടെ നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളോടൊത്ത് ഉണ്ടാകും.